നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഹോസ്പീസ് നിർമ്മാണത്തിനായുള്ള വാൾ ഓഫ് ഹോപ്പ് ബ്രിക്സ് സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിലൂടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ബ്രിക്കുകളുടെ സ്പോൺസർഷിപ്പ് സമാഹരണം തുടരുമ്പോൾ വലുതും ചെറുതുമായ സ്പോൺസർഷിപ്പുകൾ നൽകി സഹായിച്ച് നിരവധി പേരെത്തി. ആലുവ കൊടുവത്ത് കാജ മുഹൈദി 100 ബ്രിക്സ്, കയ്പമംഗലം കളരിക്കൽ രമ 5 ബ്രിക്സ്, ചാവക്കാട് കടപ്പുറം മുട്ടിൽ സമീറ അബൂബക്കർ 5 ബ്രിക്സ്, നാട്ടിക സ്വദേശി തോട്ടുപുര സഞ്ജയൻ 10 ബ്രിക്സ്, ഒരുമനയൂർ കല്ലുവളപ്പിൽ ഒമർ കോയയുടെ ഭാര്യ മറിയു 25 ബ്രിക്സ്, ഡോക്ടർ ഹാഫിസ് ആൻഡ് ഡോക്ടർ ഷെമീന 10 ബ്രിക്സ്, എടത്തിരുത്തി പൈനാട്ട് മോഹനൻ 10 ബ്രിക്സ്, മകൻ ജീസൺ മോഹനൻ പൈനാട്ട് 10 ബ്രിക്സ്, തന്മയ കുറീസ് അന്തിക്കാട് 10 ബ്രിക്സ്, ഭാരത് ഫിനാൻസ് മണ്ണുത്തി 10 ബ്രിക്സ്, ചന്ദ്രപിന്നി കുട്ടുങ്ങപ്പറമ്പിൽ സറീന അബ്ദുൾ റഹ്മാൻ 3 ബ്രിക്സ്, ചന്ദ്രപിന്നി കുട്ടുങ്ങപ്പറമ്പിൽ റുക്കിയ ഷാബി കരയാമുട്ടം 2 ബ്രിക്സ് തുടങ്ങിയവരും ചൊവ്വല്ലൂർ പടി കറപ്പം വീട്ടിൽ ഷെമീജ ആസിഫ്, ദീപ്തി സുനിൽ, ഭവ്യ, സോഫി തളിക്കുളം, ചന്ദ്രപിന്നി മാരാത്ത് ചന്ദ്രൻ, കഴിയുമ്പ്രം കല്ലടിക്കൽ സജിത് തുടങ്ങിയവരും ക്യാമ്പയിനോട് സഹകരിച്ചു. എല്ലാവർക്കും ആൽഫ ഡെയിലി ന്യൂസിന്റെ നന്ദി അറിയിക്കുന്നു. ആൽഫ തൃശൂർ സെന്റർ അവലോകന യോഗം സെന്ററിന്റെ പ്രസിഡന്റ് തോമസ് തോലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സെക്രട്ടറി CK സജീവ് പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ട്രഷറർ സരോജ വിൽസൺ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ അവതരിപ്പിച്ചു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ പുരോഗതി വിലയിരുത്തിയ യോഗം 30 ലക്ഷം രൂപ സമാഹരിക്കുകയെന്ന ലക്ഷ്യം നേടാൻ സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. തൃശൂർ പൂരം പ്രദർശനത്തോടനുബന്ധിച്ച് സെന്ററിന്റെ സ്റ്റാൾ പ്രവർത്തിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. ആൽഫ കുട്ടനാട് സെന്റർ നിർമ്മിക്കുന്ന ഹോസ്പീസ് കെട്ടിടത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. വില കൊടുത്തു വാങ്ങിയ 18 സെന്റിൽ ആദ്യഘട്ടത്തിൽ 2600 സ്ക്വയർ ഫീറ്റിൽ പണി തീർക്കുന്ന കെട്ടിടം 2030ഓടെ 3 നിലകളിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങളോടെ ഹോസ്പീസായി വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നു. ഒന്നാമത്തെ നിലയുടെ കോൺക്രീറ്റിംഗിനായുള്ള ചുമരുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരുടെ സ്പോൺസർഷിപ്പുകളിലൂടെയാണ് ലക്ഷ്യം പൂർത്തീകരിക്കുകയെന്ന് പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി കൊച്ചുമോൻ എന്നിവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.